ഈ ചാനലിലെ പല വീഡിയോസും നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടാകും. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് വെൽക്കം ടു ഡോഫോഡി എന്നാണ്. പക്ഷേ ഇതുവരെ ഡോഫോഡി എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഡോഫോഡിനെ കുറിച്ചാണ്. 2014 എൻ്റെ മോൻ ജനിച്ച സമയത്ത് ജനിച്ച അന്ന് മുതൽ 8ാമത്തെ ദിവസം വരെ ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. ബിലിറൂബിൻ്റെ ലെവൽ കൂടി, ഷുഗർ ലെവൽ കുറഞ്ഞു, ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. പ്രീ ടേം ഡെലിവറി ആയിരുന്നു, അതായത് മാസം തികയുന്നതിന് മുമ്പേ ആയിരുന്നു അവൻ ജനിച്ചത്. ഈ സമയം ICUയിൽ അഡ്മിറ്റ് ആക്കണോ വേണ്ടതെന്നുള്ള തീരുമാനം ഇതെടുക്കാൻ ഞാനും പലതരത്തിലുള്ള ചൈൽഡ് സ്പെഷ്യലിസ്റ്റുമായി സംസാരിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചുപേര് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചൈൽഡ് സ്പെഷ്യലിസ്റ്റിൻ്റെയും നിയോനേറ്റോളജിസ്റ്റിൻ്റെയും അഭിപ്രായം എടുത്തതിന് ശേഷമാണ് എനിക്കൊരു തീരുമാനം അന്ന് എടുക്കാൻ സാധിച്ചത്. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് എളുപ്പമായിരിക്കും, പക്ഷേ ഇത് സാധാരണക്കാർക്ക് അത്ര എളുപ്പമായിരിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഡോഫോഡി പോലത്തെ ഒരു പ്ലാറ്റ്ഫോം 2018 ആരംഭിച്ചത്. ഡോഫോഡി എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഫോർ എവരിബഡീൻ്റെ ഷോർട്ട് ഫോമാണ്. 2018 അതായത് കോവിഡൊക്കെ തുടങ്ങുന്നതിൻ്റെ 2 വർഷം മുമ്പേ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നമുക്ക് അധികം ആൾക്കാർക്കും ഹോസ്പിറ്റലിൽ പോകാൻ മടിയാണ്, അല്ലെങ്കിൽ പേടിയായിരിക്കും. പക്ഷെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി തന്നെ വരും. ഡോഫോഡി എന്ന് പറയുന്നത് ഡോക്ടർമാരായി സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അതും ഹോസ്പിറ്റലിൽ പോകാതെ. നിങ്ങളുടെ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ലോകത്തിന് എവിടെ വേണമെങ്കിലും മലയാളം സംസാരിക്കുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അതും പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷനുള്ള ഡോക്ടേഴ്സുമായി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡോഫോഡി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ വീഡിയോസ് കാണാം. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ ഇതെല്ലാം ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതായത് പൊതുവായി എല്ലാവർക്കും ബാധകമാവുന്ന ഇൻഫർമേഷനാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലും യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ കാണുന്നത്. പക്ഷേ എല്ലാ മനുഷ്യന്മാരും വ്യത്യാസം ഉണ്ടാവും. ഒരേ പ്രായം, ഒരേ ഹൈറ്റ്, ഒരേ വെയിറ്റ്, ഒരേ സമയം ജനിച്ചിട്ടുള്ള ട്വിൻസിന് പോലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും വേണ്ടത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആണ്. ഓരോരുത്തരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. ഇത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആണ് ഡോഫോഡി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ടെലിമെഡിസിൻ എന്ന് പറയുന്നത് നേരിട്ട് ഹോസ്പിറ്റലിൽ പോയ ഒരു ഡോക്ടറിനെ കാണിക്കുന്നതിൻ്റെ റീപ്ലേസ്മെൻ്റ് അല്ല. പക്ഷേ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ വളരെയധികം ഇഫക്റ്റീവാണ്. ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര ചെയ്യേണ്ട, ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൺവീനിയൻ്റ് ആവുന്ന സമയത്ത് തന്നെ ഡോക്ടേഴ്സുമായി നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഡോഫോഡി പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ സാധിക്കുന്നതാണ്. തിരക്കുള്ളൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ നിങ്ങൾ നേരിട്ട് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ എത്ര സമയം നിങ്ങളുമായി ഡോക്ടർ ചെലവഴിക്കുന്നുണ്ട്, നിങ്ങളെ പരിശോധിക്കാനും നിങ്ങളടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും എത്ര സമയം എടുക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻസിലേക്ക് വരുമ്പം ഇതിൽ വ്യത്യാസമുണ്ട്. കാരണം നേരിട്ട് പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കൂടുതൽ സമയം ഡോക്ടേഴ്സ് നിങ്ങളടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഹിസ്റ്ററിയിലാണ് ഓൺലൈൻ കൺസൾട്ടേഷൻസിൽ കൂടുതൽ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡോക്ടേഴ്സുമായി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ഡോഫോഡിയിലുള്ള ഡോക്ടേഴ്സും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് അനുസരിച്ചിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് അഡ്വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും പ്രാപ്തരുമാണ്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രൈമറി കെയർ ആണെന്നുണ്ടെങ്കിലും, ചെറിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും, സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഓൺലൈൻ കൺസൾട്ടേഷൻസ് വഴി ഒഴിവാക്കാൻ സാധിക്കും. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള രോഗികൾ വരുന്ന സ്ഥലമാണ്. പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യുമ്പം ഇത്തരത്തിലുള്ള ക്രോസ് ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ സമയം ലാഭിക്കാൻ സാധിക്കും. ഓരോരുത്തരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പലതരത്തിലുള്ള ബ്ലോഗ് ആർട്ടിക്കിൾസ് വായിച്ചു നോക്കി പലതരത്തിലുള്ള വീഡിയോസ് കണ്ടതിന് ശേഷവും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതൊരു ഡോക്ടറുമായി സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിനെ കുറച്ചും കൂടി മികച്ച ധാരണ ഉണ്ടാക്കാം. അധികം ആൾക്കാർക്കും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം സമയമില്ലാത്തതാണ്. ഒന്നുകിൽ ജോലിയിൽ നിന്നും ലീവ് എടുക്കണം, അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കണം. ഓൺലൈൻ കൺസൾട്ടേഷൻസിലേക്ക് വരുമ്പം ഇതെല്ലാം ഒഴിവാക്കാവുന്നതാണ്. രാത്രിയാണെന്നുണ്ടെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഡോക്ടേഴ്സും ഫ്രീ ആവുന്ന സമയത്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളെ വിളിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നത് പോസ്റ്റ്പോൺ ചെയ്യുന്നത് പോലെ ഇവിടെ മാറ്റി വെക്കേണ്ട ആവശ്യം വരാറില്ല. ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഏറ്റവും ഇഫക്റ്റീവ് ആവുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കാണ്. ഹൈ ബ്ലഡ് പ്രഷർ, പ്രമേഹം, ഹൈ കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് വേണ്ട കൺസൾട്ടേഷൻസ് മിസ്സാവാതെയും ഉറപ്പായിട്ടും ഫോളോ അപ്പ് കൺസൾട്ടേഷൻസ് നടക്കുന്നു എന്ന് ഉറപ്പിക്കാൻ ഓൺലൈൻ കൺസൾട്ടേഷൻസിലേക്ക് മാറുന്നതാണ് നല്ലത്. സെക്ഷൽ പ്രോബ്ലംസിനാണെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിനാണെങ്കിലും മറ്റൊരാൾ അറിയുമോ എന്നുള്ള പ്രശ്നങ്ങളും
ഓൺലൈൻ കൺസൾട്ടേഷൻസിൽ വരുന്നില്ല. നിങ്ങളും ഡോക്ടറും തമ്മിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും സെക്യൂറാണ്, പ്രൈവറ്റുമാണ്, മറ്റൊരാളും അറിയാനും പോകുന്നില്ല. ഏറ്റവും കൂടുതൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് കഴിഞ്ഞ 6 വർഷങ്ങളിൽ ഉപയോഗപ്രദമായിട്ടുള്ളത് NRIസിനാണ്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന NRI മലയാളീസ്. അധിക നാടുകളിലും മലയാളം സംസാരിക്കുന്ന ഡോക്ടേഴ്സിനെ കിട്ടാനും അവരുമായി ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ പ്രശ്നങ്ങളും ഡോ4ഡി വഴി സോൾവ് ചെയ്യാവുന്നതാണ്. ഡോ4ഡിയിലുള്ള അധിക ഡോക്ടേഴ്സിനും 15 വർഷത്തിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നിങ്ങളുമായി സംസാരിച്ചതിന് ശേഷം, നിങ്ങളുടെ ഹിസ്റ്ററി കളക്ട് ചെയ്തതിന് ശേഷം പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പ്രിസ്ക്രിപ്ഷൻസ് തരാനും ഡോ4ഡി വഴി സാധിക്കുന്നതാണ്. ഇനി ഡോക്ടറിന് നേരിട്ട് പരിശോധിക്കണമെന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ ഡോ4ഡിയിലുള്ള ഡോക്ടേഴ്സ് നിങ്ങളുടെ അടുത്ത് അതും പറയും. അതായത് ചില സിറ്റുവേഷൻസിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് മതിയാവില്ല, ഫിസിക്കൽ എക്സാമിനേഷൻ വേണ്ടി വരും. സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫിസിക്കലി കൈകൾ കൊണ്ട് തൊട്ടു നോക്കി പരിശോധിക്കേണ്ടി വരും. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഡോക്ടർ തന്നെ നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും. നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ടിലുള്ള മാറ്റങ്ങൾ അത് നോർമലാണോ എന്ന് അറിയാനും ഡോ4ഡിയിലുള്ള ടെലി കൺസൾട്ടേഷൻസ് വളരെയധികം ഇഫക്റ്റീവാണ്. ഡോ4ഡിയിൽ ഇപ്പോൾ 19 കൂടുതൽ വിവിധ സ്പെഷ്യാലിറ്റീസിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. സ്പെഷ്യാലിറ്റീസ് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഇത്തരത്തിലുള്ള ഓരോ വിഭാഗങ്ങളെയാണ്. ഇത്രയും നേരം ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻസിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ സിറ്റുവേഷൻസിലും ഓൺലൈൻ കൺസൾട്ടേഷൻസ് പ്രാവർത്തികമാവില്ല. ഇത് പ്രത്യേകിച്ചും എമർജൻസി കണ്ടീഷനിലാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെസ്റ്റ് പെയിൻ വന്നു. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. ഉടനെ അർജൻറ്റായിട്ടും എമർജൻസി ആയിട്ടും ഡോക്ടേഴ്സുമായി സംസാരിക്കാൻ ഓൺലൈൻ കൺസൾട്ടേഷൻസിലേക്ക് പോകാത്തത് തന്നെയാണ് നല്ലത്. അത് നെഞ്ചുവേദന എളുപ്പമാവാം, വയറുവേദനയാവാം, ബോധക്കേടുണ്ടാകുന്ന സമയത്താവാം, പെട്ടെന്ന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാവാം, ശ്വാസതടസ്സമാവാം, പെട്ടെന്ന് കൂടിയിട്ടുള്ള ഫീവർ ആവാം. ഇത്തരത്തിൽ ഉടനെ തന്നെ ഡോക്ടർമാരെ കാണേണ്ട സിറ്റുവേഷൻസിലൊക്കെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. നേരെ മറിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, അതായത് ഒരു സർജറി ചെയ്യണോ, ഒരു MRI സ്കാൻ ചെയ്യണോ, ഇത്തരത്തിലുള്ള വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് മാത്രം പോകുന്നതിന് പകരം പലതരത്തിലുള്ള ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എടുക്കാനും ഓൺലൈൻ കൺസൾട്ടേഷൻസ് വളരെയധികം ഇഫക്റ്റീവാണ്. ഇതേ പ്രശ്നം ഞാനും നേരിട്ടിട്ടുണ്ട്. ഡോ4ഡിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ കാണാം. 2022 മുതൽ ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോ4ഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും നിർബന്ധമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ്ലി വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡോ4ഡിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 9 മണി വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാനും ബുക്ക് ചെയ്ത സമയം മാറ്റാനും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഡോ4ഡി വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവസാനമായി എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നമ്മൾ ഓരോരുത്തർക്കും ലൈഫിൽ പലതരത്തിലുള്ള പ്രയോറിറ്റീസ് ഉണ്ടാകും. ചിലർക്ക് റിച്ച് ആവാനായിരിക്കും, ചിലർക്ക് ഫേമസ് ആവാനായിരിക്കും, ചിലർക്ക് ഒരു ബുക്ക് എഴുതണമെന്നായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ എന്ത് തരത്തിലുള്ള ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കണമെങ്കിൽ ആരോഗ്യം അത്യാവശ്യമാണ്. നിങ്ങൾ എത്ര വെൽത്തി ആണെന്നുണ്ടെങ്കിലും ഹെൽത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ആരോഗ്യത്തിനെയും നിങ്ങളുടെ ടോപ്പ് 3 പ്രയോറിറ്റീസിൽ നിർബന്ധമായിട്ടും കൊണ്ടുവരിക. മികച്ച ആരോഗ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഡോ4ഡി എന്നും ഉണ്ടാവും. എല്ലാവർക്കും എൻ്റെയും ടീം ഡോ4ഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.